വയനാട് മുണ്ടക്കൈയിൽ ഉരുളെടുത്ത സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ചോദ്യപേപ്പറുമായി സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിംഗ്. മുണ്ടക്കൈ ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഉരുൾ ദുരന്തത്തെ തുടർന്ന് അധ്യയന ദിനങ്ങൾ നഷ്ടമായതിനാൽ ഇതുവരെ എടുത്ത പാഠഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ചോദ്യപേപ്പർ തയ്യാറാക്കിയിട്ടുള്ളത്. സമാനതകളില്ലാത്ത ദുരന്തമായിരുന്നു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ. ഈ ദുരന്തത്തിൽ മുണ്ടക്കൈ ഗവൺമെന്റ് LP സ്കൂൾ, ചൂരൽമലയിലെ വെള്ളാർമല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ തകർന്നു. ഇതിൽ മുണ്ടക്കൈ ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായാണ് വെള്ളിയാഴ്ച ആരംഭിക്കുന്ന അർദ്ധവാർഷിക പരീക്ഷയ്ക്കായി പ്രത്യേക ചോദ്യപേപ്പർ തയ്യാറാക്കിയിരിക്കുന്നത്. ദുരന്തത്തെ തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും മാനസികമായി തകർന്നിരുന്നു. ഇതുകാരണം പാഠഭാഗങ്ങൾ വേഗത്തിൽ മുന്നോട്ടു പോകാനും സാധിച്ചിരുന്നില്ല. അതിനാൽ അവരുടെ അപേക്ഷ പ്രകാരമാണ് മുണ്ടക്കൈ സ്കൂളിന് വേണ്ടി മാത്രം ചോദ്യാവലി തയ്യാറാക്കിയിരിക്കുന്നത്. SCERT നേരിട്ട് നടത്തുന്ന ഒരു വിലയിരുത്തൽ പ്രവർത്തനമാണ് മുണ്ടക്കൈ സ്കൂളിന് വേണ്ടി മാത്രമായിട്ട്. വയനാട് ഡയറ്റിന്റെ സഹകരണത്തോടെ SCERT ഒരു 3 ദിവസത്തെ ശില്പശാല സംഘടിപ്പിച്ച് വയനാട് ജില്ലയിൽ തെരഞ്ഞെടുത്ത 15 അധ്യാപകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചോദ്യപേപ്പർ തയ്യാറാക്കി. ഇന്നത്തോടുകൂടി ആ പ്രവർത്തനം അവസാനിക്കുകയാണ്. നാളെ ഈ ചോദ്യപേപ്പറിൽ മുണ്ടക്കൈ സ്കൂളിൽ എത്തിച്ചു കൊടുക്കുകയും പ്രത്യേകമായ പരീക്ഷകൾ നടത്തുകയും ചെയ്യാൻ. വയനാട് ഡയറ്റിന്റെ സഹകരണത്തോടെ 3 ദിവസം കൊണ്ടാണ് ചോദ്യാവലി തയ്യാറാക്കിയിരിക്കുന്നത്. ചോദ്യപേപ്പറുകൾ സ്കൂൾ പ്രവർത്തിക്കുന്ന മേപ്പാടിയിലെ APG മെമ്മോറിയൽ ഹാളിൽ എത്തിച്ചു നൽകും. അതേസമയം വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ സംസ്ഥാന തലത്തിൽ തയ്യാറാക്കിയ ചോദ്യപേപ്പറുകളുടെ അടിസ്ഥാനത്തിലാണ് പരീക്ഷ എഴുതുക. തുടർന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ആവശ്യമായ പിന്തുണ നൽകാനുമാണ് SCERT ഉദ്ദേശിക്കുന്നത്. നേരത്തെ പാദവാർഷിക പരീക്ഷ 2 സ്കൂളുകൾക്കും നടത്തിയിരുന്നില്ല. ന്യൂസ് മലയാളം, വയനാട്.